പഠിക്കാൻ കഴിവുണ്ടാവില്ല കാര്യം നമ്മുടെ DNA യിലില്ല. ഇത് നമ്മുടെ DNA യിൽ പഠിക്കാനുള്ള കഴിവ് DNA ഇല്ലെന്നാണ് വേടൻ പറയുന്നത്. പക്ഷേ വേടന്റെ DNA യിലുള്ള കഴിവുകളാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഞ്ചാവുമായി റാപ്പർ വേടൻ കസ്റ്റഡിയിലായി. വേടന്റെ കൊച്ചി കരിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് പിടികൂടിയിരുന്നു. വേടനെതിരെ ബലാത്സംഗ കേസ്. യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണ് പരാതി. പഠിക്കാനുള്ള കഴിവ് DNA ഇല്ലെന്നാണ് വേടൻ പറയുന്നത്. വേടന്റെ DNA യിലുള്ള ഓരോ കഴിവുകളായിട്ട് പുറത്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ ഒരു കിഴങ്ങൻ ഡോക്ടറാണ്. അയാൾ മനസ്സിലാക്കാനുള്ള ഓരോ സാഹചര്യം കൊണ്ടാണ് പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. പക്ഷേ DNA കൊണ്ടാണ് പഠിക്കാൻ കഴിഞ്ഞതെന്ന് ഇയാൾ എന്തെടുത്താണ് പറയുന്നത്. കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള KR നാരായണൻ, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഇന്ന് ഏത് ഉന്നത ജാതരായാലും അവരൊക്കെ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർക്ക് എത്ര ദളിത് ഭാഗത്തുന്ന ആൾക്കാരാണ്. സർക്കാർ ഓഫീസുകളിലും എല്ലാ പ്രധാനപ്പെട്ട മേഖലയിലും എത്ര ദളിതായിട്ടുള്ള ആൾക്കാർ ഇന്ന് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അവരൊക്കെ ഈ DNA പ്രശ്നം കൊണ്ടല്ല, അവരൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ടാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ എന്ത് തോന്നിവാസം കാണിച്ചിട്ട് ഞാൻ ഇന്ന ജാതിക്കാരനായതുകൊണ്ടാണ് എന്നോട് ഇവരിങ്ങനെ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏറ്റുപിടിക്കാൻ കുറെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ മുതലെടുപ്പിന് കുറെ രാഷ്ട്രീയക്കാർ പിന്നെ കുറെ മാധ്യമങ്ങൾ ഇവരാണ് ശരിക്കും പറഞ്ഞ കേരളത്തിന്റെ ശാപം എന്ന് പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ ജാതി സംവരണം മാറ്റിയിട്ട് സാമ്പത്തിക സംവരണം കൊണ്ടുവരണം. ഈ ജാതി സംവരണം കൊണ്ടുവന്ന ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഈ ജാതി സംവരണം എടുത്ത് മാറ്റണമെന്ന്. കാരണം ഈ വലിയ ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് ഇന്ന് സർക്കാർ ജോലി നിഷേധിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ജാതി കുറഞ്ഞവരാണ് എന്ന ഒരു അവകാശതാ ബോധം നിങ്ങളുണ്ടെങ്കിൽ, അതായത് ജാതി ഞാൻ ഇന്ന ജാതിക്കാരനായതുകൊണ്ടാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങളുണ്ടെങ്കിൽ ആ ജാതിയുടെ പേര് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തിനാ വാങ്ങുന്നത്? ആ ജാതിയുടെ പേര് കിട്ടുന്ന റിസർവേഷൻ എന്താണ്? കാരണം നിങ്ങൾ ചെറിയ ജാതിക്കാരനായതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക പരിഗണന തരുന്നതാണ്. ആ പരിഗണനയുടെ ആവശ്യം എന്താ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ ആത്മാഭിമാനമുള്ള ആൾക്കാരാണെങ്കിൽ ജോലിയാണെങ്കിൽ ജോലി സമയത്ത് നിങ്ങൾ മെറിറ്റിൽ കയറാൻ നോക്കണം. അല്ലാതെ ഞാൻ ഇന്ന ജാതിക്കാരൻ അപ്പോൾ ജോലിക്ക് വേണ്ടിയും ബാക്കി ആനുകൂല്യം വാങ്ങുമ്പോഴൊക്കെ ഞാൻ കുറഞ്ഞ ജാതിക്കാരനാണ് എന്ന് പറയുന്നത് എന്തോ വലിയ കാര്യമായിട്ടും എടുക്കുകയും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഞാൻ ഇന്ന ജാതിക്കാരനായതുകൊണ്ടാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വേടന്റെ കാര്യമായാലും കഞ്ചാവ് കേസിൽ എത്രയോ ആൾക്കാർ അറസ്റ്റ് ചെയ്തു, അവർക്കൊന്നും കിട്ടാത്ത നീതിയാണ് വേടൻ കിട്ടിയത്. അതെന്താ? വേടൻ ഇന്ന ജാതിക്കാരനായി പോയി. ഇപ്പോൾ അവർ വീണ പരാതി വന്നു. ഈ വീണ പരാതിയിൽ അയ്യോ വേടൻ ദളിതനാണ്, ദളിതനായ വേടനെ വേട്ടയാടുന്നു. ഇത്തരം ഇരട്ടത്താപ്പൊക്കെ കേരളത്തിൽ ഇനി നടക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ആരും സംസാരിക്കുക. കാര്യം ജാതി എന്ന് പറയുന്നത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, മനുഷ്യനായിട്ട് ജീവിക്കുക. ജാതി സംവരണത്തിന് പകരം സാമ്പത്തിക സംവരണം കൊണ്ടുവന്ന് എല്ലാ വിഭാഗത്തിലും ദളിതനായാലും ഇനി വേറെ ഏതെങ്കിലും അപ്പർ കാസ്റ്റ് ആയാലും ഏത് കാസ്റ്റുള്ളയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ മുന്നോക്കം കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങനെ മുന്നോക്കം കൊണ്ടുവരുമ്പോൾ മാത്രമേ രാജ്യത്തിന്റെ വികാസം ഉണ്ടാവുള്ളൂ. ആ രാജ്യത്തിന്റെ വികാസത്തിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുമിച്ച് നിൽക്കണം. ഈ ജാതീയമല്ല, സാമ്പത്തിക സംവരണമാണ് ആവശ്യം. അല്ലാതെ ഇതുപോലെ തോന്നിവാസം കാണിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യരുത് പ്ലീസ്. ഓക്കെ, ബൈ.